ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കാട്ടുമൃഗങ്ങളും മാത്രമല്ല, കള്ളന്മാരാ ചുറ്റും. സൂക്ഷിക്കണം. മാഡം കൂടെയുള്ളതാ. ഒരു കാരണവശാലും രാത്രി വരണ്ട. അച്ഛാ, ഞാൻ നിന്നോട് പ്രത്യേകം പറയാ. എടുത്തിയാടി പോന്നേക്കല്ലേ? ഇല്ല അച്ഛാ, വരില്ല. ആ ശരി എന്നാ. എന്താ രാജു? രാത്രിയിൽ ഈ വഴി യാത്ര പാടില്ലെന്നാ അച്ഛൻ പറയുന്ന. അപകടമാണത്രേ. അപ്പൊ എന്തേ രാജു? ആ, മാഡം കൂടെ ഉള്ളതല്ലേ, റിസ്ക് വേണ്ട. നമുക്ക് രാവിലെ പോവാം. എന്നാ ഞാൻ ചെറിയമ്മയെ വിളിച്ച് പറയട്ടെ. ആ, മോളെ. ആ ചെറിയമ്മേ, ഞാൻ നിന്നെ വിളിക്കാൻ ഒരുങ്ങുമായിരുന്നു. മോളെവിടെയാ? ആ ശരി മോളെ, അങ്ങനെ മതി. രാത്രി വരണ്ട. രാജു ഇല്ലേ കൂടെ? മോള് പേടിക്കണ്ട കേട്ടോ. ശരി ചെറിയമ്മേ. ഇനി മാഡത്തിന് വിശക്കുന്നില്ലേ? പിന്നല്ലാതെ ഉണ്ട്. ആ, എന്നാ വാ, ഫുഡ് കഴിക്കാം. ഫുഡ് ഇഷ്ടപ്പെട്ടോ ഡിയർ? പിന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഡിയറിനോ? പിന്നെ എനിക്ക് ചിക്കൻ ഷവായി ഇഷ്ടപ്പെട്ടെ. എന്താ മാഡം? അതല്ല, പ്രണയം. ഇതിനൊരു പ്രായപരിധി ഇല്ലേ? പ്രണയത്തിന് പ്രായമില്ലെന്ന് ഞാനൊരു ഇംഗ്ലീഷ് നോവലിൽ വായിച്ചിട്ടുണ്ട്. ഓ, വരണു കുട്ടികളെ, നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിന്നർ ഒരുക്കിയിട്ടുണ്ട്. വരൂ. വരൂ, ഇരിക്കൂ. പ്ലീസ് ഇരിക്കൂ. നിങ്ങൾക്ക് വേണ്ടി മാനേജർ സാറ് പ്രത്യേകം അറേഞ്ച് ചെയ്ത ഇതൊക്കെ. താങ്ക് യു. വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു എനിക്ക് എന്റെ രണ്ടു മക്കളുടെ കല്യാണത്തെക്കുറിച്ച്. കല്യാണവും മഞ്ഞൾ കല്യാണവുമൊക്കെ ഉത്സവം പോലെ ആഘോഷിക്കണമെന്നായിരുന്നു എന്റെ മോഹം. സാറിനിട്ട് പിൻകാലിന് തൊഴിച്ചിട്ടാ പെൺമക്കള് രണ്ടും മുങ്ങിയത്. അതും രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കൂടെ. പറഞ്ഞോടാ, നീയും പറഞ്ഞു. കൂട്ടത്തിൽ നിന്ന് നീയും എന്റെ ചങ്ങിനിട്ട് തൊഴിച്ചോ? മക്കള് മാത്രമല്ല, മരുമക്കളും ചതിച്ചു. അവന്മാര് രണ്ടുപേരും സാറിന്റെ തൊഴിലാളികളായിരുന്നു. ഒരുത്തൻ അർത്തൂർ വില്യംസ്, മറ്റൊരുത്തൻ അൻവർ റഹീം ഷാ. മക്കള് തേച്ചത് പോട്ടെ, ഒടുവിൽ സാറിന്റെ വൈഫ് സാറിനോട് ചോദിക്കുവാണ്, മക്കള് പോയതുപോലെ ഞാനും പൊയ്ക്കോട്ടെ ഏട്ടാന്ന്. അതിപ്പോ സങ്കടം സഹിക്കാൻ വയ്യാതായപ്പോ അവള് ചോദിച്ചു പോയതാവാം. സാരമില്ല. നിങ്ങളെ കണ്ടപ്പോ നിങ്ങളെ പോലത്തെ രണ്ടു കുട്ടികൾ എന്തുകൊണ്ട് എനിക്ക് ജനിച്ചില്ലാന്ന് തോന്നി. ആ ഒരു സങ്കടം നികത്താനാ ഞാൻ ഡിന്നർ അറേഞ്ച് ചെയ്തത്. നിങ്ങൾ സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. നിങ്ങളുടെ സ്വർഗത്തിലേക്ക് കട്ടുരുമ്പ് കടന്നു വരാൻ ഞാൻ അനുവദിക്കത്തില്ല. ദാറ്റ്സ് മൈ സ്ട്രിക്ട്ലി ഓർഡർ. വരൂ.
കഴിക്കാം. ഇത് കൊള്ളാലോ. ന്യൂ കപ്പിൾസിനുള്ള മണിയറ പോലെ അലങ്കരിച്ചിട്ടുണ്ട്. ഇതും ആ മാനേജറുടെ പണിയായിരിക്കും. അയാൾക്കേ നമ്മളെങ്ങ ഇഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്ന് അയാള് കരുതിയിരിക്കുന്നത്. അല്ലെങ്കിലും ആ അങ്കിളിനെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ താലി കാണിച്ച് വിശ്വസിപ്പിച്ചില്ലേ. മാഡം, നമ്മളിങ്ങനെ ഒരു റിസോർട്ടില് ഒരു മുറിയിൽ ഒരുമിച്ച് താമസിക്കുന്നില്ല. മാഡത്തിന് എന്തേലും ടെൻഷൻ ഉണ്ടോ? ടെൻഷനോ? എന്ത് ടെൻഷൻ? ഇതെന്റെ സ്വപ്നമാണ് രാജു. മാഡം എന്താ പറഞ്ഞ? പറഞ്ഞത് ഞാനെന്തിനാ ടെൻഷൻ ആവുന്നേ? നമ്മളിങ്ങനെ രാജുവിന്റെ വീട്ടില് ഒരുമിച്ച് താമസിച്ചതല്ലേ. അത് പക്ഷെ വീടല്ലേ. ഇത് റിസോർട്ട്, അത്ര വ്യത്യാസമല്ലേ ഉള്ളൂ. സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും സേഫായി ഇവിടെ. അല്ലെങ്കിൽ രാജുവിന്റെ വീട്. എന്റെ വീട്ടില് എന്നെ കൊല്ലാൻ നടക്ക് അംബികമായി. കണ്ടില്ലേ അവര് ചെയ്യുന്നതൊക്കെ? അവരൊരു ദുഷ്ടയാ രാജു. എനിക്ക് പേടിയാ. അവരെന്നെ എപ്പോഴെങ്കിലും കൊല്ലും. മാഡം വിഷമിക്കാതെ, അങ്ങനൊന്നും ഉണ്ടാവില്ല. മാഡത്തിന് കാവലായിട്ട് ഞാനില്ലേ.